നമസ്കാരം. തൃക്കാക്കര MLA ഉമാ തോമസിനെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. വെന്റിലേറ്ററിൽ കിടന്നുകൊണ്ട് മക്കളെ നോക്കി ചിരിച്ചെന്നും അവർക്ക് ക്രിസ്മസ് ആശംസ നൽകി എന്നുമൊക്കെയുള്ള വിചിത്രമായ വാർത്തകൾക്ക് പിന്നാലെ വെന്റിലേറ്ററിൽ നിന്നും നീക്കി എന്ന വാർത്ത ആശ്വാസകരമാണ്. ആ വാർത്ത പുറത്തു വരുന്നതിന് മുൻപ് മറ്റൊരു വിചിത്ര വാർത്തയും അതിന്റെ തെളിവും മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. എല്ലാം വാരി കൂട്ടു എന്ന് വെന്റിലേറ്ററിൽ കിടന്നുകൊണ്ട് ഉമാ തോമസ് എഴുതി കൊടുത്തു എന്നതായിരുന്നു രണ്ടാമത്തെ കണ്ടുപിടുത്തം. ഉമാ തോമസ് അപകടത്തിൽപ്പെടുമ്പോൾ താൻ താമസിച്ചിരുന്ന വീട്ടിലെ സാധന സാമഗ്രികളെല്ലാം മറ്റൊരു വീട്ടിലേക്ക് നീക്കുന്ന തിരക്കിലായിരുന്നെന്നും അതേക്കുറിച്ചാണ് എഴുതി കൊടുത്തത് എന്നുമൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരികയും അതിന്റെ കയ്യെഴുത്ത് പ്രതി പുറത്തുവിടുകയും ഒക്കെ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഉമാ തോമസിനെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി എന്ന വാർത്ത പുറത്തു വരുന്നത്. എന്നിട്ടും അപകടനില തരണം ചെയ്തില്ല എന്ന് അധികാരികൾ പറയുന്നു. 6 ദിവസം തുടർച്ചയായി വെന്റിലേറ്ററിലായിരുന്നു. ഇപ്പോൾ ICUവിൽ ചികിത്സയിലാണ്. എന്തായാലും എല്ലാവരും പേടിച്ചിരുന്ന ശ്വാസകോശം ആരോഗ്യം വീണ്ടെടുത്തത് കൊണ്ട് തന്നെ ഉമാ തോമസ് ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഉമാ തോമസ് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് കൊണ്ട് മാത്രം അവസാനിപ്പിക്കേണ്ടതല്ല ആ ദുരന്തത്തെക്കുറിച്ചുള്ള ചർച്ചകൾ. നമ്മൾ കഴിഞ്ഞ കുറെ ദിവസമായി ചർച്ച ചെയ്തതൊക്കെ ഇപ്പോഴും പച്ച യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നു. അതിലേറ്റവും സങ്കടകരമായ കാര്യം ദിവ്യ ഉണ്ണിയുടേതാണ്. അമേരിക്കയിലെ ഹൂസ്റ്റണിൽ നിന്നും ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിക്കൊണ്ടാണ് ദിവ്യ ഉണ്ണി കൊച്ചിയിലേക്ക് പരിപാടി അവതരിപ്പിക്കാൻ എത്തിയത്. ആദ്യം നവ്യ നായരെയാണ് സംഘാടകർ സമീപിച്ചതെങ്കിലും നവ്യയ്ക്ക് ഇതിന്റെ പിന്നിലെ ഉരുണ്ടുകളെയും തട്ടിപ്പും ബോധ്യമായതുകൊണ്ടാവാം ഒഴിഞ്ഞു മാറാൻ തോന്നി. അതിന്റെ തുടർച്ചയായാണ് ദിവ്യ ഉണ്ണി വരുന്നത്. ദിവ്യ ഉണ്ണിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല. കാരണം ദിവ്യ ഉണ്ണി നൃത്തം ചെയ്താൽ ദിവ്യയുമായി ഒരു ബന്ധവുമില്ലാത്ത 12,000 പേർക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടില്ല എന്ന് തിരിച്ചറിയേണ്ട ബാധ്യതയെങ്കിലും ദിവ്യയ്ക്കുണ്ട്. മാത്രമല്ല ദിവ്യ ഉണ്ണി വലിയ തോതിൽ പ്രതിഫലം കൈപ്പറ്റുകയും ചെയ്തു. ആ ദിവ്യ അപകടമുണ്ടായി വാർത്തകളിൽ നിറഞ്ഞപ്പോൾ തന്നെ ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനും നിന്നുകൊടുക്കാതെ നൊടിയിടയിൽ മുങ്ങുകയാണ് ചെയ്തത്. ദിവ്യ ഉണ്ണിക്ക് നാട് വിടുന്നതിന് മുൻപ് പോലീസ് അധികാരികളുടെ മുമ്പിൽ പോയി തന്റെ ഭാഗമെങ്കിലും വിശദീകരിക്കാമായിരുന്നു. പോലീസും അന്വേഷണ സംഘവും മൊഴിയെടുക്കാൻ വിളിക്കുന്നതിന് മുൻപ് നാടുവിട്ട ദിവ്യ ഉണ്ണി മറ്റൊരു മോശം പ്രവൃത്തി കൂടി ചെയ്തു. ആശുപത്രിയിലായ ഉമാ തോമസിനെ ഒന്ന് പോയി കാണാൻ പോലും കൂട്ടാക്കിയില്ല. എല്ലാവരും ഉമാ തോമസിന്റെ ക്ഷേമം അന്വേഷിച്ച് ആശുപത്രിയിൽ പോയെങ്കിലും ദിവ്യ ഉണ്ണി അതിനുപോലും തയ്യാറായില്ല. ഗായത്രി വർഷ എന്ന CPM-കാരിയായ സിനിമാ നടി അതേക്കുറിച്ച് വ്യക്തമായി തന്നെ വിമർശനം ഉന്നയിച്ചു. ഗായത്രി വർഷ കോട്ടയം CPM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ദിവ്യ ഉണ്ണി ഉമാ തോമസിനെ ഒന്ന് പോയി കാണുക പോലും ചെയ്യാതിരുന്നതിനെ വിമർശിച്ചത്. എന്തായാലും ദിവ്യ ഉണ്ണി തടി തപ്പി. ദിവ്യയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ശേഷിയൊന്നും കേരള പോലീസിന് ഇല്ലാത്തത് കൊണ്ട് അത് ആ വഴിക്ക് അങ്ങ് മാഞ്ഞു പോകും. എന്നാൽ ഇത് വലിയൊരു അഴിമതിയും തട്ടിപ്പുമാണ് എന്ന് വ്യക്തമാകുന്ന വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അഴിമതിക്ക് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. 2025 ഏപ്രിൽ മാസം 25 വരെ ഈ സ്റ്റേഡിയം കേരള ബ്ലാസ്റ്റേഴ്സിന് കൊടുത്തിരിക്കുന്നതാണ്. ഫിഫ നിയമപ്രകാരം സ്റ്റേഡിയം സെറ്റ് ചെയ്താൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് അത് ഹോം ഗ്രൗണ്ടായി ഉപയോഗിക്കാൻ കഴിയൂ. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന് കൊടുത്തിരിക്കുന്ന ഒരു ഗ്രൗണ്ടിൽ മറ്റൊരു പരിപാടിയും നടത്താൻ അനുമതിയില്ല. അത് സ്റ്റേഡിയത്തിന്റെ നിയമവും അനുവദിക്കുന്നില്ല, ഫിഫയുടെ നിയമവും അനുവദിക്കുന്നില്ല. ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ അനുമതി തേടിക്കൊണ്ട് സംഘാടകർ GCDAക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ സ്റ്റേഡിയം എസ്റ്റേറ്റ് സൂപ്പർവൈസർ സിനി കെ ഈ ചട്ടം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കത്ത് കൊടുത്തിരുന്നു. 2035 വരെ ഇങ്ങനെയൊരു നിയമക്കുരുക്കുള്ളത് കൊണ്ട് മറ്റൊരാവശ്യത്തിന് വേണ്ടി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സെപ്റ്റംബർ മാസം 25-നായിരുന്നു അപേക്ഷ കൊടുത്തത്. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാം അട്ടിമറിക്കപ്പെട്ടു. ഒക്ടോബർ 15 ആയപ്പോഴേക്കും GCDA സെക്രട്ടറി പറഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ NOC ഉണ്ടെങ്കിൽ അനുവദിക്കാം. അതേ ദിവസം തന്നെ GCDA ചെയർമാൻ CPM നേതാവുമായ ചന്ദ്രൻ പിള്ള വളരെ കൃത്യമായി ഇതിൽ ഇടപെടുകയും ഫുട്ബോൾ മത്സരം നടക്കുന്ന ഇടം ഒഴിവാക്കിക്കൊണ്ട് ഇതിന് അനുവദിക്കുന്നു എന്ന് ഉത്തരവിടുകയും ചെയ്തു. 9 ലക്ഷം രൂപ വാടകയും 5 ലക്ഷം രൂപ ഡിപ്പോസിറ്റും അടച്ചാൽ അനുവദിക്കാം എന്നാണ് GCDA ചെയർമാന്റെ ഉത്തരവ്. ആ ഉത്തരവ് വന്ന അന്ന് തന്നെ 15,63,000 രൂപ അവർ GCDAക്ക് അടയ്ക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല GCDA ചെയർമാൻ അപകടം നടന്ന വേദിയിൽ അതിഥിയായി ഉപവിഷ്ടനായി. സമ്പൂർണമായും നിയമവിരുദ്ധമായാണ് ഈ പരിപാടി നടത്തിയത്. നിയമവിരുദ്ധമായി സുരക്ഷയില്ലാതാണ് സ്റ്റേജ് കെട്ടിയത്. ഇതൊന്നും ആരും അറിഞ്ഞില്ല എങ്കിൽ തീർച്ചയായും വലിയ അഴിമതി നടന്നിട്ടുണ്ട്. ഈ അഴിമതിയിൽ ആരൊക്കെ പങ്കുപറ്റി എന്നാണ് കണ്ടെത്തേണ്ടതും
അവരെയാണ് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതും. ചെഷയർ ടാർസൻ എന്നു പേരുള്ള ഒരു പൊതുപ്രവർത്തകൻ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വിജിലൻസും ക്രൈംബ്രാഞ്ചും പോലീസും ഒക്കെ പിണറായി വിജയന്റെ വിരൽത്തുമ്പിൽ ചലിക്കുന്ന വെറും പാവകളായതുകൊണ്ട് ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്ന് തോന്നുന്നില്ല. വലിയ അഴിമതി നടന്നിട്ടുണ്ട്. GCDAയിലെ ചട്ടം ലംഘിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി അങ്ങനെ ഒരു ഷോ നടത്തിയതിന് പിന്നിൽ സാമ്പത്തിക ഇടപാടുകളുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഉത്തരവിൽ പറഞ്ഞതുപോലെ അല്ല ഈ പരിപാടി നടത്തിയത്. ഫുട്ബോൾ മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിൽ തന്നെയാണ് ദിവ്യ ഉണ്ണിയും കൂട്ടരും ഡാൻസ് കളിച്ചത്. ആ പിച്ച് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. അവിടെ ഇനി ഒരു ഫുട്ബോൾ മത്സരം നടക്കണമെങ്കിൽ ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും. ഇതൊക്കെ കരുതിക്കുട്ടി അറിഞ്ഞുകൊണ്ട് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി നടത്തിയ ഇടപാടാണ് എന്ന് വ്യക്തം. അതുകൊണ്ടാണ് GCDA ചെയർമാൻ ചന്ദ്രൻപിള്ള ഈ അപകടമുണ്ടായിട്ടും ഒന്നും മിണ്ടാത്തത്. ഉത്തരവാദികളായ സകല മനുഷ്യരും ഇതുമായി ബന്ധപ്പെട്ട സകല ഫയലുകളും വിളിച്ചു വരുത്തി ഈ അഴിമതി കണ്ടുപിടിക്കേണ്ടതുണ്ട്. ബോധപൂർവമാണ് സംഘാടകർ കൊച്ചിയിൽ ഈ പരിപാടി നടത്തിയിട്ടും കോർപ്പറേഷനെ വിവരം അറിയിക്കാതിരുന്നത്. കോർപ്പറേഷൻ മേയറെ ചന്ദ്രൻപിള്ളയാണ് തലേദിവസം വിളിക്കുന്നത്. അത്രയും വലിയൊരു പരിപാടി നഗരത്തിൽ നടന്നിട്ടും അറിയിക്കാത്തത് കൊണ്ട് കോർപ്പറേഷൻ മേയർ പങ്കെടുത്തുമില്ല. എന്തായാലും വലിയ അഴിമതിയാണ് ഈ മൃദംഗലയത്തിന്റെ പേരിൽ അരങ്ങേറിയിരിക്കുന്നത്. ഈ അഴിമതിയിൽ പങ്കുപറ്റിയവരെല്ലാം അതിന് വില കൊടുക്കേണ്ടതുണ്ട്. ദിവ്യ ഉണ്ണി രക്ഷപ്പെട്ടതുപോലെ ഇവരാരും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. സംഘാടകരെ മാത്രം പ്രതി ചേർത്ത് അവർ പോലും പിടിക്കപ്പെടില്ല എന്ന് ഉറപ്പാക്കി നടത്തുന്ന ഈ പെറാട്ട് നാടകം പൊളിച്ചടുക്കുക തന്നെ വേണം.